Dear students, welcome to the class of Mechanics of Fluids. In this class, we will discuss the topics calculation of boundary layer thickness, shear stress, drag force and coefficient of drag for different velocity profiles for a laminar flow. Then problems. അതിന് ആവശ്യമായ ഇക്വേഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ വോൺ കാർമൻ മൊമെൻറ്റം ഇൻ്റഗ്രൽ ഇക്വേഷൻ എന്താണ്? ടോ നോട്ട് ബൈ റോ യു സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് തീറ്റ. തീറ്റ എന്ന് പറയുന്നത് മൊമെൻറ്റം തിക്നെസ് ആണ്. മൊമെൻറ്റം തിക്നെസ്സിൻ്റെ എക്സ്പ്രഷൻ എന്താണ്? ഇൻ്റഗ്രൽ 0 ടു ഡെൽറ്റ യു ബൈ യു ഇൻറ്റു 1 മൈനസ് യു ബൈ യു ഇൻറ്റു ഡി വൈ. ഇതാണ് വോൺ കാർമൻ മൊമെൻറ്റം ഇൻ്റഗ്രൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൽ ടോ നോട്ട് എന്ന് പറയുന്നത് വാൾ ഷിയർ സ്ട്രെസ്, റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ്, യു എന്ന് പറയുന്നത് ഫ്രീ സ്ട്രീം വെലോസിറ്റിയാണ്. അടുത്തത് ഡ്രാഗ് ഫോഴ്സ്. ഡ്രാഗ് ഫോഴ്സ് ഓൺ എ സ്മോൾ ഡിസ്റ്റൻസ് ഡി എക്സ് ഓഫ് ദി പ്ലേറ്റ്. ഈ ഒരു സ്മോൾ ഡിസ്റ്റൻസ് ഡി എക്സിൽ അതിൽ ആക്ട് ചെയ്യുന്ന ഡ്രാഗ് ഫോഴ്സ്, അതിൻ്റെ എക്സ്പ്രഷൻ എന്താണ്? ഡെൽറ്റ എഫ് ഡി സിക്കൽ ടോ നോട്ട് ഇൻറ്റു ബി ഇൻറ്റു ഡി എക്സ്. ബി എന്ന് പറയുന്നത് ആ പ്ലേറ്റിൻ്റെ വിഡ്ത്താണ്, ഇതാണ് ഡി എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. ഇതൊരു സ്മോൾ ഡിസ്റ്റൻസ് ഡി എക്സിൽ ആക്ട് ചെയ്യുന്ന ഡ്രാഗ് ഫോഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എൻ്റയർ ലെങ്ത്തിൽ ആക്ട് ചെയ്യുന്ന ഡ്രാഗ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഡി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു എൽ ഡെൽറ്റ എഫ് ഡി. എന്ത് കിട്ടും? ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു എൽ ടോ നോട്ട് ഇൻറ്റു ബി ഇൻറ്റു ഡി എക്സ്. അടുത്തത് ലോക്കൽ കോയിഫിഷ്യൻ്റ് ഓഫ് ഡ്രാഗ് സി ഡി സ്റ്റാർ. ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ലോക്കൽ വാൾ ഷിയർ സ്ട്രെസ് ഡിവൈഡ് ബൈ ഡൈനാമിക് പ്രഷർ ഓഫ് ഫ്രീ സ്ട്രീം. ഇക്വേഷൻ വരുന്നത് സി ഡി സ്റ്റാർ ഈസ് ഈക്വൽ ടു ടോ നോട്ട് ബൈ ഹാഫ് റോ യു സ്ക്വയർ. ഇതിൽ വാൾ ഷിയർ സ്ട്രെസ് ഗിവൺ ബൈ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ടോ നോട്ട് ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ അറ്റ് വൈ ഈസ് ഈക്വൽ ടു 0. വൈ ഈസ് ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ വാൾ, അല്ലെങ്കിൽ സോളിഡ് ബൗണ്ടറി. ഇതാണ് ലോക്കൽ കോയിഫിഷ്യൻ്റ് ഓഫ് ഡ്രാഗ്. അടുത്തത് ആവറേജ് കോയിഫിഷ്യൻ്റ് ഓഫ് ഡ്രാഗ്. ആവറേജ് കോയിഫിഷ്യൻ്റ് ഓഫ് ഡ്രാഗ് അല്ലെങ്കിൽ സിംപ്ലി കോയിഫിഷ്യൻ്റ് ഓഫ് ഡ്രാഗ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സി ഡി ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡ്രാഗ് ഫോഴ്സ് ഡിവൈഡ് ബൈ ഡൈനാമിക് ഫോഴ്സ് ഓഫ് ഫ്ലോ. സി ഡി ഈസ് ഈക്വൽ ടു എഫ് ഡി ബൈ ഹാഫ് റോ എ യു സ്ക്വയർ. ഇതിൽ ഏരിയ എന്ന് വെച്ചാൽ ഏരിയ ഓഫ് പ്ലേറ്റ് സർഫസ്. ഈ ഒരു ഏരിയ ആണ്, ഈ ടോപ്പിൽ വരുന്ന ഏരിയ ആണ് ഫോർ എ ഫ്ലാറ്റ് പ്ലേറ്റ്. എന്ത് കിട്ടും? ഈ ഒരു ഡിസ്റ്റൻസ് എ ബി ഇൻറ്റു എൽ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ഈ ഏരിയ ആണ് ഇവിടെ എ എന്ന് പറയുന്നത്. ബാക്കി റോ എന്ന് വെച്ചാൽ ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ്, യു എന്ന് വെച്ചാൽ ഫ്രീ സ്ട്രീം വെലോസിറ്റി. ഇതൊക്കെ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അടുത്തത് റെയ്നോൾഡ്സ് നമ്പർ. റെയ്നോൾഡ്സ് നമ്പറിൻ്റെ യൂസ് എന്ന് വെച്ചാൽ ബൗണ്ടറി ലെയർ ലാമിനാർ ആണോ ടർബുലൻ്റ് ആണോ അത് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് റെയ്നോൾഡ്സ് നമ്പർ യൂസ് ചെയ്യുന്നത്. റെയ്നോൾഡ്സ് നമ്പർ ഫോർ എ ഫ്ലോ ഓവർ ഫ്ലാറ്റ് പ്ലേറ്റ്. അതിൽ റെയ്നോൾഡ്സ് നമ്പറിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്? റെയ്നോൾഡ്സ് നമ്പർ അറ്റ് എനി ഡിസ്റ്റൻസ് എക്സ് ഫ്രം ദ ലീഡിങ് എഡ്ജ്. ഇതാണ് ലീഡിങ് എഡ്ജ്, അവിടെ ഇതാണ് എക്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ അതിനൊരു എക്സ് വാല്യൂ ഉണ്ടാവും, ഇവിടുന്ന് ഇങ്ങോട്ടൊരു എക്സ് വാല്യൂ ഉണ്ടാവും. അവിടെ റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷനായത് റോ യു എക്സ് ബൈ മ്യൂ എന്ന് പറയുന്നത്. റോ എന്ന് വെച്ചാൽ ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ്, അതേപോലെ യു എന്ന് പറയുന്നത് ഫ്രീ സ്ട്രീം വെലോസിറ്റി, എക്സ് എന്ന് പറയുന്നത് ആ ലീഡിങ് എഡ്ജ് എന്ന് അവിടത്തോട്ടുള്ള ഡിസ്റ്റൻസ്, അതേപോലെ മ്യൂ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് വിസ്കോസിറ്റി. ഇതിൽ കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ ടേംസിൽ ഇതെങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത് ന്യൂ ഇസ് ഈക്വൽ ടു മ്യൂ ബൈ റോ ആണ്. ഈക്വേഷനിൽ ഈ മ്യൂ ബൈ റോ നോറെ ന്യൂ എഴുതി എന്ത് കിട്ടും? ആർ ഇ എക്സ് ഇസ് ഈക്വൽ ടു യു ഇൻറ്റു എക്സ് ബൈ ന്യൂ എന്ന് കിട്ടും. ഓക്കെ, ഈ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ട് ഏതെങ്കിലും ഒരു ലൊക്കേഷനിലെ റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കുന്നത്. ആ റെയ്നോൾഡ്സ് നമ്പറിൻ്റെ വാല്യൂ ലെസ് ദാൻ 5 ഇൻറ്റു 10⁵ ആണെങ്കിൽ അവിടെ വരെ എന്തായിരിക്കും? ബൗണ്ടറി ലെയർ എന്ന് പറയുന്നത് ലാമിനാർ ബൗണ്ടറി ലെയർ ആയിരിക്കും. കൂടുതലാണെങ്കിൽ ആ പർട്ടിക്കുലർ ലൊക്കേഷനിൽ ടർബുലൻ്റ് ബൗണ്ടറി ലെയർ ആയിരിക്കും ഉണ്ടാവുക. ഈ 5 ഇൻറ്റു 10⁵ അല്ലാത്തൊരു വാല്യൂ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പം പ്രോബ്ലത്തിൽ തന്നെ മാറി തരാം. ഇപ്പം ഫോർ എക്സാമ്പിളായിട്ട് 3 ഇൻറ്റു 10⁵ ലെസ് ദാൻ റെയ്നോൾഡ്സ് നമ്പറാണ്. ലെസ് ദാൻ റെയ്നോൾഡ്സ് നമ്പർ ആണെങ്കിൽ ലാമിനാർ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യനിൽ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു ക്രിട്ടിക്കൽ വാല്യൂ യൂസ് ചെയ്യുക. ക്വസ്റ്റ്യനിൽ വേറെ ഏതെങ്കിലും വാല്യൂ സ്പെസിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് വേണം പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ്
For the velocity profile for laminar boundary layer flow given as u by u is equal to 2 into y by delta minus y by delta whole square. Find an expression for boundary layer thickness delta, shear stress tau naught and coefficient of drag CD in terms of Reynolds number. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? ബൗണ്ടറി ലെയർ തിക്നെസ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ ഡെൽറ്റയാണ്. അതേപോലെ ഷിയർ സ്ട്രെസ് ടോ നോട്ട്, അതേപോലെ കോയിഫിഷ്യൻ്റ് ഓഫ് ഡ്രാഗ് സി ഡി. ഇതിനൊക്കെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. ആരുടെ ടേംസിൽ? റെയ്നോൾഡ്സ് നമ്പറിൻ്റെ ടേംസിൽ എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, ഫസ്റ്റ് ബൗണ്ടറി ലെയർ തിക്നെസ് നോക്കാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വൺ കാർമൻ മൊമെൻറ്റം ഇൻ്റഗ്രൽ ഇക്വേഷൻ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വൺ കാർമൻ മൊമെൻറ്റം ഇൻ്റഗ്രൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ലാമിനാറിനും ടർബുലൻറ്റിനും ട്രാൻസിഷൻ എല്ലാ കേസിലും അപ്ലിക്കബിൾ ആയിട്ടുള്ള ജനറൽ ഇക്വേഷനാണ് വൺ കാർമൻ മൊമെൻറ്റം ഇൻ്റഗ്രൽ ഇക്വേഷൻ. ഇവിടെ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്. ഇതാണ് യു ബൈ യു. യു ക്യാപിറ്റൽ യു എന്ന് വെച്ചാൽ ഫ്രീ സ്ട്രീം വെലോസിറ്റിയാണ്. സ്മോൾ യു എന്ന് വെച്ചാൽ വൈ ഡയറക്ഷനിൽ ഏതെങ്കിലും ഒരു ലൊക്കേഷനിലെ വെലോസിറ്റി. ഓക്കെ, വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം? ഈ യു ബൈ സ്മോൾ യു ബൈ ക്യാപിറ്റൽ യു അതിൻ്റെ വാല്യൂ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇതാണ് വൺ കാർമൻ മൊമെൻറ്റം ഇൻ്റഗ്രൽ ഇക്വേഷൻ. ആ യു ബൈ യു വരുന്നിടയ്ക്ക് എന്ത് ചെയ്യുന്നത്? ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അതേപോലെ ഇവിടെയുണ്ട് യു ബൈ യു, ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം ഈ ഒരു ടേം വൺ മൈനസ് എന്നുള്ള ടേം എന്ത് ചെയ്തു? സോൾവ് ചെയ്ത് എന്ത് ചെയ്താൽ 1 മൈനസ് 2y ബൈ ഡെൽറ്റ പ്ലസ് വൈ സ്ക്വയർ ബൈ ഡെൽറ്റ സ്ക്വയർ എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഈ ഒരു ടേം മാത്രം സോൾവ് ചെയ്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് സോൾവ് ചെയ്യുന്നു. ജസ്റ്റ് ഈ ഒരു ഉള്ളിലുള്ള ടേം ഇൻ്റഗ്രേഷൻ്റെ ഈ അകത്തുള്ള ടേംസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സോൾവ് ചെയ്യുന്നു. കോമൺ ടേംസൊക്കെ ക്ലബ് ചെയ്തിട്ട് എഴുതിയാണ്. മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോൾവ് ചെയ്താൽ ഈ ഒരു ടേം കിട്ടി. അതിനുശേഷം എന്ത് ചെയ്യുന്നത്? ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്റ്റ് ടു വൈ ആണ് ഇൻ്റഗ്രേഷൻ വരുന്നത്. ഓക്കെ, ബാക്കിയുള്ള ടേം ഇതിൽ ഈ 2 ബൈ ഡെൽറ്റ എന്ന കോൺസ്റ്റൻ്റ് ആണ്. വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുന്നത്, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുന്നത്? ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത്. ഇൻ്റഗ്രൽ 0 ടു ഡെൽറ്റയാണ്. അപ്പർ ലിമിറ്റ് ഡെൽറ്റ, ലോവർ ലിമിറ്റ് 0. ഓക്കെ, അതിനുശേഷം സോൾവ് ചെയ്താൽ ഈ ഒരു എക്സ്പ്രഷൻ കിട്ടും. നമ്മൾ ലെഫ്റ്റ് സൈഡിലെ ടേം എന്ന് പറഞ്ഞാൽ ടോ നോട്ട് ബൈ റോ യു സ്ക്വയർ ആണ്. ഇൻ്റഗ്രേറ്റ് സോൾവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടേം കിട്ടി. ഇതിൽ 2/15 എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ്, അതിനെ പുറത്തേക്ക് എടുക്കുന്നത്. ഡെൽറ്റ എന്ന് പറയുന്നത് ബൗണ്ടറി ലെയർ തിക്നെസ് എന്ന് പറയുന്നത് എക്സിൻ്റെ ഫംഗ്ഷനാണ്. അത് കോൺസ്റ്റൻ്റ് അല്ല. എക്സ് എന്ന് പറഞ്ഞാൽ ലീഡിങ് എഡ്ജിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് ബൗണ്ടറി ലെയർ തിക്നെസ് ഡെൽറ്റക്ക് വേരിയേഷൻ വരും. ഓക്കെ, ഇതിൽ നിന്ന് ടോ നോട്ട് ഈസ് ഈക്വൽ എന്ത് എഴുതാൻ വേണ്ടി പറ്റും? റോ യു സ്ക്വയറിൻ്റെ 2/15 ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡെൽറ്റ എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അതാണ് ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത്. ഇനി ഷിയർ സ്ട്രെസ്സിന് ഒരു എക്സ്പ്രഷൻ കൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. എന്നിട്ട് കണ്ടുപിടിച്ചതിന് ശേഷം ആ രണ്ട് എക്സ്പ്രഷൻസ് ഇക്വേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റത്തെ എക്സ്പ്രഷൻ എവിടെ നിന്ന് കിട്ടി? വൺ കാർമൻ മൊമെൻറ്റം ഇൻ്റഗ്രൽ ഇക്വേഷൻ എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റിയാണ്. വാൾ ഷിയർ സ്ട്രെസ് ടോ നോട്ട് ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ അറ്റ് വൈ ഈസ് ഈക്വൽ ടു 0. അതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഇതിൽ ഡി യു ബൈ ഡി വൈ കണ്ടുപിടിക്കണം. ഇതാണ് എനിക്ക് തന്നിരിക്കുന്ന വെലോസിറ്റി പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് യുവിന് എന്ത് എക്സ്പ്രഷൻ എഴുതാൻ വേണ്ടി പറ്റും? ഇതിനെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, യു ഇൻറ്റു 2y ബൈ ഡെൽറ്റ മൈനസ് ഇത് വൈ സ്ക്വയർ ബൈ ഡെൽറ്റ സ്ക്വയർ. ഇനി ഡി യു ബൈ ഡി വൈ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. യു കോൺസ്റ്റൻ്റ് ആണ്, വൈയുടെ 1, അതേപോലെ വൈ സ്ക്വയറിൻ്റെത് 2y. ഓക്കെ, അതിനുശേഷം നമുക്ക് എക്സ്പ്രഷനിൽ എന്താണ്? ഡി യു ബൈ ഡി വൈ അറ്റ് വൈ ഈസ് ഈക്വൽ ടു 0 ആണ്. വാൾ ഷിയർ സ്ട്രെസ് ആണ്. വൈ എന്ന് പറഞ്ഞാൽ പ്ലേറ്റ് സർഫസ് നേരെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് വൈ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇതിലിനി അറ്റ് വൈ ഈസ് ഈക്വൽ ടു 0. ഇവിടെ വൈക്ക് 0 കൊടുത്താൽ ബാക്കി എന്തേ ഉണ്ടാവുള്ളൂ? ഈ ഒരു ടേം മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ, 2u ബൈ ഡെൽറ്റ. അതിന് ഈക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്ത് കിട്ടും? ടോ നോട്ട് ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ അറ്റ് വൈ ഈസ് ഈക്വൽ ടു 0 ആണ്. ഈ ടേം ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് കിട്ടും? ടോ നോട്ട് ഈസ് ഈക്വൽ ടു 2 മ്യൂ യു ബൈ ഡെൽറ്റ. ഇക്വേഷൻ നമ്പർ 2. എനിക്ക് ഷിയർ സ്ട്രെസ്സിന് 2 എക്സ്പ്രഷൻസ് കിട്ടിയിട്ടുണ്ട്. അത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു രണ്ടും ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഈ ഡെൽറ്റേനെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, ബാക്കി ടേമിനെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ക്യാൻസൽ ചെയ്യേണ്ടതും ക്യാൻസൽ ചെയ്തത് എന്ത് കിട്ടും? ഈ ഡെൽറ്റ ഇൻറ്റു
ഡോ ഡെൽറ്റ ഈസ് ഈക്വൽ ടു 15 mu ഇൻറ്റു ഡോ എക്സ് ഇൻറ്റു ഡിവൈഡ് ബൈ റോ ഇൻറ്റു യു എന്ന് കിട്ടും. ഇവിടെ എന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ബൗണ്ടറി ലെയർ തിക്നെസ് ആ ഡെൽറ്റ എന്ന് പറയുന്നത് ആരുടെ ഫംഗ്ഷനാണ്? എക്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത്. എക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഫ്രം ദി ലീഡിങ് എഡ്ജ്. ഓക്കെ, ആ ഡിസ്റ്റൻസ് ഫ്രം ദ ലീഡിങ് എഡ്ജ് കൂടുന്ന സമയത്ത് ബൗണ്ടറി ലെയർ തിക്നെസ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അത് അതിൻ്റെ മാത്രം ഫംഗ്ഷനാണ്. ഒന്നിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പാർഷ്യൽ ഡെറിവേറ്റീവ്, ഈ ഡോ എക്സ് പറയുന്നത് എന്താണ്? പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. അത് ഒന്നിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ അതിനെ എന്ത് ചേഞ്ച് ചെയ്യുക? കംപ്ലീറ്റ് ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ടോട്ടൽ ഡെറിവേറ്റീവായിട്ട് മാറ്റി ചെയ്താൽ. അപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ് യൂസ് ചെയ്യേണ്ടത് എപ്പോഴാണ്? ഒന്നിൽ കൂടുതൽ വേരിയബിൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്താണ്. ഇവിടെ ഒരു വേരിയബിളിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് അതിനെ പാർഷ്യൽ ഡെറിവേറ്റീവിനെ കംപ്ലീറ്റ് ഡെറിവേറ്റീവായിട്ട് മാറ്റി ചെയ്താൽ എന്ത് കിട്ടും? ഡോ ഇൻറ്റു ഇത് ഡി ഡെൽറ്റ ഈസ് ഈക്വൽ ടു 15 mu ബൈ റോ ഇൻറ്റു ഡി എക്സ് എന്ന് കിട്ടും. ഓക്കെ, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു എന്ത് കിട്ടും? ഓൺ ഇൻ്റഗ്രേഷൻ ഡെൽറ്റ സ്ക്വയർ ബൈ 2 ഈസ് ഈക്വൽ ടു 15 mu ബൈ റോ യു. ഇത് വെച്ചാൽ എക്സ് ഡി എക്സ് എന്നുള്ള ഫോർമാറ്റ്, എക്സ് സ്ക്വയർ ബൈ 2. ഓക്കെ, അതേപോലെ ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. ഓക്കെ, ബാക്കി ഇതിലെ ടേംസ് മ്യൂ റോ യു ഒക്കെ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ഇനി ഈ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, എക്സ് ഈസ് ഈക്വൽ 0 എന്ന് വെച്ചാൽ എവിടെയാണ്? അവിടെ എന്താണ്? ബൗണ്ടറി ലെയർ തിക്നെസ് എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സി ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി സി 0 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ഇക്വേഷൻ അങ്ങനെ മാറും. ഡെൽറ്റ സ്ക്വയർ ബൈ 2 ഈസ് ഈക്വൽ ടു 15 mu എക്സ് ബൈ റോ യു എന്ന് കിട്ടും. ഇത് ഡെൽറ്റ ബൗണ്ടറി ലെയർ തിക്നെസ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ഇൻറ്റു 15 mu എക്സ് ബൈ റോ യു. ഓക്കെ, എന്നിട്ടും സോൾവ് ചെയ്താൽ 13 mu എക്സ് ബൈ റോ യു. റൂട്ട് എടുത്താൽ എന്ത് കിട്ടും? ഡെൽറ്റ ഈസ് ഈക്വൽ ടു 5.48 റൂട്ട് ഓഫ് mu എക്സ് ബൈ റോ യു എന്ന് കിട്ടും. ഇതാണ് ബൗണ്ടറി ലെയർ തിക്നെസ്. നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് ഇൻ ടേംസ് ഓഫ് റെയ്നോൾഡ്സ് നമ്പറാണ്. പക്ഷേ റെയ്നോൾഡ്സ് നമ്പർ ടേംസിലോട്ട് തന്നെ കൺവേർട്ട് ചെയ്യണം. പക്ഷേ ഇക്വേഷൻ നമുക്കെന്ത് മനസ്സിലാവും? ഇവിടെ മ്യൂ റോ യു എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. എന്നിട്ട് ഇക്വേഷൻ ആക്ച്വലി എന്താണെന്ന് മനസ്സിലാവുന്നത്? തിക്നെസ് ഓഫ് ലാമിനാർ ബൗണ്ടറി ലെയർ. ഇതാണ് ബൗണ്ടറി ലെയർ തിക്നെസ്. അത് ആർക്ക് പ്രൊപ്പോർഷണലാണ്? സ്ക്വയർ റൂട്ട് ഓഫ് ദി ഡിസ്റ്റൻസ് ഫ്രം ദി ലീഡിങ് എഡ്ജ്. അതായത് റൂട്ട് എക്സ് സ്ക്വയർ അല്ല, സ്ക്വയർ റൂട്ട് ഓഫ് ദി ഡിസ്റ്റൻസ് ഫ്രം ദി ലീഡിങ് എഡ്ജ്. ഇനി അതിനെന്ത് ചെയ്യണം? റെയ്നോൾഡ്സ് നമ്പറിൻ്റെ ടേംസിലോട്ട് എക്സ്പ്രസ് ചെയ്യാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ടേമിൽ ഞാൻ എന്ത് ചെയ്തു? മുകളിലും ഇവിടെയും എക്സിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് എന്തായി? എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയറായി. പിന്നെ ഈ ഒരു ടേം ബാക്കി എന്തായിരുന്നു? റോ യു എക്സ് ബൈ മ്യൂ. അതെന്താണ്? റെയ്നോൾഡ്സ് നമ്പർ അറ്റ് ഡിസ്റ്റൻസ് എക്സ് ഫ്രം ദ ലീഡിങ് എഡ്ജ് എന്താണ്? റോ യു എക്സ് ബൈ മ്യൂ ആണ്. നമുക്കിവിടെ റോ യു എക്സ് താഴെയാണെങ്കിൽ അന്നേരം 1 ബൈ റെയ്നോൾഡ്സ് നമ്പറാണ് റൂട്ടിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക. അല്ലെങ്കിൽ ഡെൽറ്റ ഈസ് ഈക്വൽ ടു 5.48 ഇൻറ്റു എക്സ് ബൈ റൂട്ട് ആർ ഇ എക്സ്. ബൗണ്ടറി ലെയർ തിക്നെസ്സിനെ ഇൻ ടേംസ് ഓഫ് റെയ്നോൾഡ്സ് നമ്പറിൽ എഴുതിയിട്ടുണ്ട്. ഇതാണ് ഇക്വേഷൻ നമ്പർ 3 എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അടുത്തത് ഷിയർ സ്ട്രെസ് ഇൻ ടേംസ് ഓഫ് റെയ്നോൾഡ്സ് നമ്പർ. ഇനി ഷിയർ സ്ട്രെസ്സിൻ്റെ എക്സ്പ്രഷൻ റെയ്നോൾഡ്സ് നമ്പറിൻ്റെ ടേംസിലോട്ടാണ് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. ഇക്വേഷൻ നമ്പർ 2 ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റിയിൽ നിന്ന് നമ്മൾ ഷിയർ സ്ട്രെസ്സിൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ടോ നോട്ട് ഈസ് ഈക്വൽ ടു 2 mu യു ബൈ ഡെൽറ്റ. ഇനി ഈ ഡെൽറ്റ ഈസ് ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ 3 നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? ഈ ഡെൽറ്റയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് നമുക്ക് ഓൾറെഡി അതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം സോൾവ് ചെയ്താൽ എന്ത് കിട്ടി? ടോ നോട്ടിൻ്റെ വാല്യൂ കിട്ടി. അടുത്തത് കോയിഫിഷ്യൻ്റ് ഓഫ് ഡ്രാഗ് സി ഡിനെ റെയ്നോൾഡ്സ് നമ്പറിൻ്റെ ടേംസിലോട്ട് എക്സ്പ്രസ് ചെയ്യുന്നത്. കോയിഫിഷ്യൻ്റ് ഓഫ് ഡ്രാഗ് സി ഡിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എഫ് ഡി ഡിവൈഡ് ബൈ ഹാഫ് റോ എ യു സ്ക്വയർ ആണ്. എഫ് ഡി കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ അറിയാം. ഇൻ്റഗ്രൽ 0 ടു ഡെൽറ്റ ടോ നോട്ട് ഇൻറ്റു ബി ഇൻറ്റു ഡി എക്സ് ആണ്. ടോ നോട്ടിൻ്റെ എക്സ്പ്രഷൻ അറിയാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഇൻറ്റു ബി ഇൻറ്റു ഡി എക്സ്. ഓക്കെ, ഇനി ഇതിൽ കോൺസ്റ്റൻറ്റ് പുറത്തെടുത്തിട്ടുണ്ട്. ബാക്കി ഇൻ്റഗ്രൽ 0 ടു ഡെൽറ്റ മ്യൂ യു എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് റോ യു എക്സ് മ്യൂ ഇൻറ്റു ബി ഇൻറ്റു ഡി എക്സ്. എന്ന് വെച്ചാൽ ഇവിടെ റെയ്നോൾഡ്സ് നമ്പർ അറ്റ് എക്സ് അതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയെന്ന്. ഓക്കെ, ഈ ഒരു ടേമിന് റെയ്നോൾഡ്സ് നമ്പറിൻ്റെ വാല്യൂ റൂട്ടാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. അതിനുശേഷം ഇവിടെ ചെയ്യുന്ന സമയത്ത് എക്സ് എന്തുണ്ട്? ഈ
ഒന്ന് എക്സ് ആണ്, മറ്റേ റൂട്ട് എക്സ് ആണ്. അത് 1/√x ഉണ്ട്. അതിനുശേഷം അതിലെ കോൺസ്റ്റൻസ് ഒക്കെ പുറത്തെടുക്കുന്നു. അതിനുശേഷം എന്താ വരുന്നത്? ഇൻ്റഗ്രൽ 0 to L x⁻⁻1/2 dx. ഓക്കെ, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത്. ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്പർ ലിമിറ്റ് എന്ത് വരും? L വരും. പിന്നെ 1/1/2 എന്ന് പറയുന്നത് 2 ആവും. എല്ലാം കൂടെ സോൾവ് ചെയ്താൽ മൾട്ടിപ്ലൈ ചെയ്ത സമയത്ത് എന്ത് കിട്ടും? FD = 0.73 B mu u ഇൻറ്റു √ρ/u/L/μ എന്ന് കിട്ടും. ഇതിൽ സിഡിയുടെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ FD / ½ ആണ്. FDയുടെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി CD കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഈ ഒരു ടേം ഇവാലുവേറ്റ് ചെയ്ത് എന്നിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇതിൽ A എന്ന് പറയുന്നത് ഏരിയ ഓഫ് പ്ലേറ്റ്. ഇത് വൺ സൈഡാണ് പറയുന്നത്. ഡ്രാഗ് ഫോഴ്സ് ഓൺ വൺ സൈഡിൻ്റെ എക്സ്പ്രഷനാണ്. ഇതാണ് ഏരിയ ഓഫ് പ്ലേറ്റ് വരുന്നത് L × B. ഓക്കെ, L × B ചെയ്താൽ ഈ ഏരിയ കിട്ടി. ലെങ്ത് ഓഫ് പ്ലേറ്റ് × വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യുന്നത്? അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഏരിയയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സോൾവ് ചെയ്യുന്നത്. സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? ഈ ഒരു ടേമിലെത്തി. ഓക്കെ, 1.46 × √μ/ρu/L. ഇതെന്താണ്? ρu/L/μ എന്ന് പറയുന്നത് എന്താണ്? ρu/x/μ എന്ന് പറയുന്നത് റെയ്നോൾഡ്സ് നമ്പർ അറ്റ് x ആണ്. അന്നേരം ρu/L/μ എന്ന് പറയുന്നത് റെയ്നോൾഡ്സ് നമ്പർ അറ്റ് L. എന്ന് വെച്ചാൽ ടോട്ടൽ എൻഡ്. ഇതാണ് ടോട്ടൽ L എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെയുള്ള കറസ്പോണ്ടിങ് റെയ്നോൾഡ്സ് നമ്പറിൻ്റെ വാല്യൂ ആണ്. അന്നേരം CD = എന്ത് കിട്ടി? 1.46/√RE/L എന്ന് കിട്ടും. ഞാൻ തന്നെ ഒരു പ്രോബ്ലം നോക്കാം. ഫോർ ദി വെലോസിറ്റി പ്രൊഫൈൽ u = 2 × y/delta - y/delta whole square. Find the thickness of boundary layer at the end of the plate and drag force on one side of the plate 1 meter long and 0.8 meter wide when placed in water flowing with a velocity 150 mm/second. Calculate value of coefficient of drag also. Take mu for water is equal to 0.01 poise. ഇവിടെ ക്വസ്റ്റനിൽ വെലോസിറ്റി പ്രൊഫൈൽ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദി തിക്നെസ് ഓഫ് ബൗണ്ടറി ലെയർ അറ്റ് എൻഡ് ഓഫ് ദി പ്ലേറ്റ്. പ്ലേറ്റിൻ്റെ എൻഡിൽ, അതായത് എല്ലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൗണ്ടറി ലെയർ തിക്നെസ്, ഡ്രാഗ് ഫോഴ്സ് കണ്ടുപിടിക്കണം. പിന്നെ കോയിഫിഷ്യൻ്റ് ഓഫ് ഡ്രാഗ്. എന്നിരിക്കുന്ന വാല്യൂസ് നോക്കാം. ലെങ്ത് ഓഫ് പ്ലേറ്റ് 1 മീറ്റർ, വിഡ്ത്ത് ഓഫ് പ്ലേറ്റ് 0.8 B എന്ന് തന്നിട്ടുണ്ട്. പിന്നെ വെലോസിറ്റി 150 mm/second ആണ്. അതിനെ മീറ്റർ/സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യുക. പിന്നെ അബ്സല്യൂട്ട് വിസ്കോസിൻ്റെ വാല്യൂ വന്നിട്ടുണ്ട് 0.01 പോയിസ്. അതിനെ SI യൂണിറ്റിലോട്ട് Nm/m²-ലോട്ട് കൺവേർട്ട് ചെയ്യണം. എന്ത് ചെയ്താൽ മതി? 1 പോയിസ് = 10⁻⁻⁻1 Nm/m² ആണ്. ഡിവൈഡ് ബൈ 10 ചെയ്താൽ മതി. എൻ്റെ വാല്യൂ കിട്ടി. ഇനി ആദ്യം റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, എൻഡിൽ, പ്ലേറ്റിൻ്റെ എൻഡിലാണ്. അന്നേരം Lൻ്റെ വാല്യൂ എത്ര എടുക്കണം? 1 എടുക്കുന്നത്. റെയ്നോൾഡ്സ് നമ്പറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഡെൻസിറ്റി ഓഫ് വാട്ടർ 1000 ആണ്. എത്ര ഇടുന്നത്? 150000. ഇതാണ് റെയ്നോൾഡ്സ് നമ്പറിൻ്റെ വാല്യൂ കിട്ടുന്നത്. ആ റെയ്നോൾഡ്സ് നമ്പറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? <5 × 10⁵ ആണ്. മീൻസ് ലാമിനാർ ബൗണ്ടറി ലെയറാണ് പ്ലേറ്റിൻ്റെ എൻഡിലുള്ളത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ച ഇക്വേഷൻ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ബൗണ്ടറി ലെയർ തിക്നെസ്. ഓക്കെ, 5.48 x/√REX. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എന്താണ്? എല്ലാന്ന് വരുന്നത്. അറ്റ് ദി പ്ലേറ്റ് എൻഡാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടുപിടിച്ച വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് എന്തായി? അവിടെ ഇല്ലേ ബൗണ്ടറി ലെയർ തിക്നെസ്സിൻ്റെ വാല്യൂ കിട്ടി. ഇനി ഡ്രാഗ് ഫോഴ്സ് ഓൺ വൺ സൈഡ് ഓഫ് പ്ലേറ്റ്, അതിൻ്റെ എക്സ്പ്രഷൻ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഡയറക്റ്റ് എല്ലാ വാല്യൂസ് അറിയുന്നതാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് കിട്ടും 0.0338 ന്യൂട്ടൺ കിട്ടും. ഇനി കോയിഫിഷ്യൻ്റ് ഓഫ് ഡ്രാഗ്, CDയുടെയും എക്സ്പ്രഷൻ അറിയാം. ഇവിടെ ഇനി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമാണ്. എല്ലാ വാല്യൂസും അറിയുന്നതാണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ CD = 0.00376. അടുത്തത് ഇപ്പം ഒരു വെലോസിറ്റി പ്രൊഫൈലാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വെലോസിറ്റി പ്രൊഫൈൽസ് സെയിം മെത്തേഡിൽ ഡിറൈവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി ഡെറിവേഷനിലോട്ട് പോകുന്നില്ല. ഫൈനൽ കിട്ടുന്ന എക്സ്പ്രഷൻസ് മാത്രം ചില പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. വെലോസിറ്റി പ്രൊഫൈൽ എന്നിരിക്കുന്നത് ഇതാണ്. വെലോസിറ്റി പ്രൊഫൈൽ u / u = 3/2 y/delta - 1/2 y/delta². ഇതിന് പ്രാൻഡിൽ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് കൂടെ പറയും. ഈ ഒരു വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇത് ബൗണ്ടറി ലെയർ തിക്നെസ്സിൻ്റെ എക്സ്പ്രഷൻ ഇതാണ്. ഷിയർ സ്ട്രെസ്, ഡ്രാഗ് ഫോഴ്സ്, അതേപോലെ കോയിഫിഷ്യൻ്റ് ഓഫ് ഡ്രാഗ് എക്സ്പ്രഷൻ ഇതാണ് ഡിറൈവ് ചെയ്താൽ കിട്ടുക. അടുത്ത വെലോസിറ്റി പ്രൊഫൈൽ എന്ന് പറയുന്നത് ഇതാണ്. വെലോസിറ്റി പ്രൊഫൈൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്.
ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഈ ഒരു വെലോസിറ്റി പ്രൊഫൈലാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നതെങ്കിൽ ഇത് ഡെൽറ്റ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ എക്സ്പ്രഷൻ ഉപയോഗിക്കണം. ടോ നോട്ടിന് ഈ എക്സ്പ്രഷൻ, എഫ് ഡിക്ക് ഇത്, സി ഡിക്ക് ഈ എക്സ്പ്രഷനാണ് യൂസ് ചെയ്യേണ്ടത്. അടുത്ത വെലോസിറ്റി പ്രൊഫൈൽ u/u സൈൻ π/2 y/ഡെൽറ്റ. ഇതാണെങ്കിൽ ഇതാണ് വാല്യൂസ് വരിക. അടുത്തത് ബ്ലാഷ്യസ് സൊല്യൂഷൻ. ഇൻ കേസ് നിങ്ങൾക്ക് പർട്ടിക്കുലറായിട്ട് വെലോസിറ്റി പ്രൊഫൈൽ തന്നിട്ടില്ലെങ്കിൽ, ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ ബ്ലാഷ്യസ് സൊല്യൂഷൻ യൂസ് ചെയ്യണം. അതിൻ്റെ വാല്യൂസാണ് ഡെൽറ്റ = 4.91x/√REx. ഇതിന് അപ്രോക്സിമേറ്റ്ലി ബ്ലാഷ്യസ് സൊല്യൂഷനിൽ ഡെൽറ്റ = 5x/√REx എന്നും എഴുതലുണ്ട്. അതുപോലെ ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ, ഡ്രാഗ് ഫോഴ്സ്, കോയിഫിഷ്യൻ്റ് ഓഫ് ഡ്രാഗ് ഇതാണ് വരുന്നത്. ഇനി ലോക്കൽ കോയിഫിഷ്യൻ്റ് ഓഫ് ഡ്രാഗ് സി ഡി സ്റ്റാറിൻ്റെ എക്സ്പ്രഷൻ ഇതാണ് വരുന്നത്. CD star is equal to 0.664/√REx. അടുത്ത പ്രോബ്ലം നോക്കാം. For the velocity profile in laminar boundary layer as u/u is equal to 3/2 y/delta minus 1/2 y/delta whole cube, find the thickness of boundary layer and shear stress 1.5 meter from the leading edge of plate. The plate is 2 meter long and 1.4 meter wide and is placed in water which is moving with a velocity 200 mm/second. Find the total drag force on the plate if absolute viscosity of water is equal to 0.01 poise. ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലമാണ്. വെലോസിറ്റി പ്രൊഫൈൽ തന്നിട്ടുണ്ട്. അന്നേരം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഡെൽറ്റ ആയാലും അതേപോലെ എഫ് ഡി ആയാലും സി ഡി ആയാലും ടോ നോട്ട് ആയാലും ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻസ് യൂസ് ചെയ്യണം. ഓക്കെ. ഡിസ്റ്റൻസ് ഫ്രം ദ ലീഡിങ് എഡ്ജ് തന്നിട്ടുണ്ട് 1.5 മീറ്റർ ആണ്. ലെങ്ത്ത് തന്നിട്ടുണ്ട്, വിഡ്ത്ത് തന്നിട്ടുണ്ട്, വെലോസിറ്റി തന്നിട്ടുണ്ട് mm/s ആണ്. ഫ്രീ സ്ട്രീം വെലോസിറ്റി തന്നിരിക്കുന്നത് m/s കൺവേർട്ട് ചെയ്യണം. അതേപോലെ വിസ്കോസിറ്റി ഓഫ് വാട്ടർ തന്നിട്ടുണ്ട്. നമുക്ക് തിക്നെസ് ഓഫ് ബൗണ്ടറി ലെയർ ആൻഡ് ഷിയർ സ്ട്രെസ് 1.5 മീറ്റർ ഫ്രം ദ ലീഡിങ് എഡ്ജ്, എക്സിൻ്റെ വാല്യൂ 1.5ന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ചെയ്യേണ്ടത്. പിന്നെ ടോട്ടൽ ഡ്രാഗ് ഫോഴ്സ് ആ സമയത്ത് എല്ലാം യൂസ് ചെയ്യേണ്ടത്. ടോട്ടൽ ഡ്രാഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പ്ലേറ്റിന് മൊത്തമായിട്ടുള്ളതാണ്. ഓക്കെ. ആ ഗിവൺ വെലോസിറ്റി പ്രൊഫൈലിൻ്റെ ഡെൽറ്റയുടെ എക്സ്പ്രഷനാണിത്. ഓക്കെ. അതിന് എന്ത് ചെയ്യണം? റെയ്നോൾഡ്സ് നമ്പർ അറ്റ് ഡിസ്റ്റൻസ് എക്സ് ആദ്യം കണ്ടുപിടിക്കണം. ഡയറക്റ്റ് വാല്യൂ ρu x/μ റെയ്നോൾഡ്സ് നമ്പർ കിട്ടും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ബൗണ്ടറി ലെയർ തിക്നെസ് കിട്ടും. അതേപോലെ ഷിയർ സ്ട്രെസ് ഈക്വേഷനിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഡ്രാഗ് ഫോഴ്സ് ഓൺ വൺ സൈഡ് ഓഫ് ദ പ്ലേറ്റ്, നമുക്ക് ടോട്ടൽ ഡ്രാഗ് ഫോഴ്സ് ആണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ഡ്രാഗ് ഫോഴ്സ് ഓൺ വൺ സൈഡ് ഓഫ് പ്ലേറ്റിൻ്റെ എക്സ്പ്രഷനാണിത്. ഇനി എന്ത് ചെയ്താൽ മതി? ഇത് ചെയ്താൽ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ കിട്ടി. ടോട്ടൽ ഡ്രാഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 2 sides ടോപ്പ് ആൻഡ് ബോട്ടം. ഓക്കെ. ഇത് കിട്ടും 2 × ആൻസർ ചെയ്താൽ ടോട്ടൽ ഡ്രാഗ് ഫോഴ്സ് ആയി. അടുത്ത ക്വസ്റ്റ്യൻ. എയർ ഈസ് ഫ്ലോയിങ് ഓവർ എ സ്മൂത്ത് പ്ലേറ്റ് വിത്ത് എ വെലോസിറ്റി ഓഫ് 10 m/s. The length of the plate is 1.2 meter and width is 0.8 meter. If laminar boundary layer exists up to a value of 2 × 10⁵, find maximum distance from the leading edge up to which laminar boundary layer exists. Find the maximum thickness of boundary layer if the velocity profile is given by u/u is equal to 2 × y/delta minus y/delta whole square. Take kinematic viscosity of air is equal to 0.15 stokes. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എയർ ആണ് ഫ്ലോ ചെയ്യുന്നത്. പിന്നെ ഇതിൽ തന്നിരിക്കുന്നത് ലെങ്ത്ത് തന്നിട്ടുണ്ട്, വിഡ്ത്ത് തന്നിട്ടുണ്ട്. പിന്നെ ലാമിനാർ ബൗണ്ടറി ലെയർ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഒരു വാല്യൂ വരെയാണ്. അന്നേരം ഈ ഒരു റെയ്നോൾഡ്സ് നമ്പറിൻ്റെ വാല്യൂ വരെയാണ് ലാമിനാർ ബൗണ്ടറി ലെയർ എക്സിസ്റ്റ് ചെയ്യുന്നത്. അതിന് കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ് ആണ് ആദ്യം കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. പിന്നെ അവിടെ ഇല്ലേ ബൗണ്ടറി ലെയർ തിക്നെസ്. ഓക്കെ. ആദ്യം തന്നിരിക്കുന്ന വാല്യൂസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. റെയ്നോൾഡ്സ് നമ്പർ ഇതിൽ ക്രിട്ടിക്കൽ റെയ്നോൾഡ്സ് നമ്പർ 2 × 10⁵ ആണ്. അതേപോലെ ന്യൂവിൻ്റെ വാല്യൂ കൈനമാറ്റിക് വിസ്കോസിറ്റി 0.15 സ്റ്റോക്സ് ആണ്. അതിനെ SI യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. × 10⁻⁻⁴ ചെയ്താൽ SI യൂണിറ്റ് m/s കിട്ടും. ക്രിട്ടിക്കൽ റെയ്നോൾഡ്സ് നമ്പർ തന്നിട്ടുണ്ട്. ഏത് ഡിസ്റ്റൻസ് വരെയാണ് ഇതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള വാല്യൂ അറിയാം. ഓക്കെ. യു അറിയാം, ന്യൂ അറിയാം. എന്താ കണ്ടുപിടിക്കണം? അതിന് കറസ്പോണ്ടിങ് ഏത് ഡിസ്റ്റൻസിലാണോ ഈ ഒരു റെയ്നോൾഡ്സ് നമ്പർ വരുന്നത് അതാണ് കണ്ടുപിടിക്കുന്നത്. അതാണ് ക്വസ്റ്റനിൽ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? ആ വാല്യൂ കിട്ടും. പിന്നെ അവിടെ ഇല്ല ബൗണ്ടറി ലെയർ തിക്നെസ്, വെലോസിറ്റി പ്രൊഫൈൽ തന്നിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ഇക്വേഷൻ യൂസ് ചെയ്യണം. ഓക്കെ. റെയ്നോൾഡ്സ് നമ്പറിൻ്റെ വാല്യൂ ഓൾറെഡി തന്നതാണ്, ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തന്നിട്ടും അതിൻ്റെ ആൻസർ കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ. എ തിൻ plate is moving in still atmospheric air with a velocity of 5 m/s. The length of plate is 0.6 meter and width 0.5 meter.
കാൽക്കുലേറ്റ് തിക്നെസ് ഓഫ് ബൗണ്ടറി ലെയർ അറ്റ് ദി എൻഡ് ഓഫ് ദി പ്ലേറ്റ്. ഡ്രാഗ് ഫോഴ്സ് ഓൺ വൺ സൈഡ് ഓഫ് പ്ലേറ്റ്. ടേക്ക് ഡെൻസിറ്റി ഓഫ് എയർ ആസ് 1.24 kg/m³ ആൻഡ് കൈനമാറ്റിക് വിസ്കോസിറ്റി 0.15 സ്റ്റോക്സ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് തിൻ പ്ലേറ്റ് ഈസ് മൂവിങ് ഇൻ സ്റ്റിൽ അറ്റ്മോസ്ഫിയറിക് എയർ. ഇത്രയും കേസിൽ നമ്മൾ പറഞ്ഞത് വെച്ചാൽ പ്ലേറ്റ് സ്റ്റേഷനറി, അതിൻ്റെ മുകളിലൂടെ ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്നു. സെയിം എഫക്റ്റ് തന്നെയായിരിക്കും എന്ത്, പ്ലേറ്റ് ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നത്, എയർ സ്റ്റേഷനറി. സെയിം കേസാണ്. എന്താ ആ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞത് സെയിം ആണെങ്കിൽ സെയിം കേസ് തന്നെയാണ് രണ്ടിലും വരുന്നത്. മീൻസ് ഒരു സ്റ്റേഷനറി പ്ലേറ്റിൻ്റെ മുകളിൽ കൂടെ ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ, അതായത് യു എന്ന് പറഞ്ഞ വെലോസിറ്റിയിൽ ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്ന കേസും എന്താണ്, പിന്നെ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന ഫ്ലൂയിഡിലൂടെ ആ യു എന്ന് പറഞ്ഞ വെലോസിറ്റിയിൽ പ്ലേറ്റ് മൂവ് ചെയ്യുന്ന കേസും എന്താണ്, ഈക്വൽ സെയിം ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, വാല്യൂസൊക്കെ തന്നിട്ടുണ്ട്. റെയ്നോൾഡ്സ് നമ്പറിൻ്റെ വാല്യൂ അത് കണ്ടുപിടിക്കുന്ന സമയത്ത് ഈ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 5 × 10⁵. നമ്മുടെ ക്രിട്ടിക്കൽ റെയ്നോൾഡ്സ് നമ്പറിനെക്കാട്ടിയും കുറവാണ്. മീൻസ് എന്താ, ആ എൻ്റയർ പ്ലേറ്റിൻ്റെ ലെങ്ത്തിൽ, നമ്മൾ കൺസിഡർ ചെയ്യുന്ന പ്ലേറ്റിൻ്റെ ലെങ്ത്തിൽ എന്ത് മാത്രമേ ഉള്ളൂ, ലാമിനാർ ബൗണ്ടറി ലെയർ മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് പർട്ടിക്കുലറായിട്ട് വെലോസിറ്റി പ്രൊഫൈൽ തന്നിട്ടില്ല. ആ കേസിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം, ലാമിനാറാണെന്ന് മനസ്സിലായിട്ടുമുണ്ട്. ബ്ലാഷ്യസ് സൊല്യൂഷൻ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തിക്നെസ്, അതേപോലെ ഡ്രാഗ് ഫോഴ്സ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബ്ലാഷ്യസ് സൊല്യൂഷൻ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ബ്ലാഷ്യസ് സൊല്യൂഷൻ പ്രകാരം തിക്നെസ് ഓഫ് ബൗണ്ടറി ലെയർ, ഓക്കെ, RELൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടി, തിക്നെസ് ഓഫ് ബൗണ്ടറി ലെയർ കിട്ടി. പിന്നെ ഡ്രാഗ് ഫോഴ്സ് ഓൺ വൺ സൈഡ്, FD കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് CDയുടെ എക്സ്പ്രഷൻ അറിയാം. CD = FD/12 ρAu² ആണ്. ഇതിൽ നിന്ന് FD = CD × ഈ ടേം എഴുതാൻ വേണ്ടി പറ്റും. CD എന്താ, നമുക്ക് ബ്ലാഷ്യസ് സൊല്യൂഷൻ CDക്ക് ഉണ്ട്. ഡയറക്റ്റായിട്ട് CDയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. പിന്നെ ഏരിയ എന്ന് വെച്ചാൽ ലെങ്ത് × B വിഡ്ത്താണ്, അതും കണ്ടുപിടിക്കുന്നത്. ഡയറക്റ്റ് FD ഈക്വേഷനിൽ എല്ലാ വാല്യൂസും അറിയാം. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടും FD = 0.01 373 ന്യൂട്ടൺ എന്ന് കിട്ടും.